എറണാകുളം ട്രാവൽസിൽ നിന്ന് ബഷീർക്ക് വിളിച്ചിരുന്നു. ഈ മാസം അവസാനത്തോടു കൂടി പോവാം. അതുകൊണ്ടേ കാശ് റെഡിയാക്കി വെക്കണം. വീടും പറമ്പും വിൽക്കണം, വേറെ മാർഗമൊന്നുമില്ല. പക്ഷേ അതിന് കരയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ വസ്തു വിൽക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അതല്ല, ജയ് ഇപ്പൊ ഗൾഫിൽ പോകുന്നില്ലെന്നാ പറയുന്നേ. അതെങ്ങനെ ശരിയാവും? ഇന്റർവ്യൂവും കഴിഞ്ഞ് അഡ്വാൻസും കൊടുത്തിട്ട് പോകുന്നില്ലെന്നു. അത് നടക്കില്ല. എല്ലാത്തിനും കാരണം ആ ചക്കക്കുരു ഒറ്റ ഒരുത്തന കുടുംബം കലക്കി. അവനെന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ, അവൻ എന്റെ മോക്ക് എന്തോ കൂടോത്രം ചെയ്തതാ. ജയശ്രീയുടെ പ്രായത്തിലുള്ള പെമ്പിള്ളാർക്ക് ആണുങ്ങൾ ചെയ്യുന്ന കൂടോത്രത്തിന്റെ പേരാണ് പ്രേമം. ഇപ്പോൾ അവൻ പറഞ്ഞാൽ അവൾ ഒളിച്ചോടും, പ്രസവിക്കും, വേണ്ടി വന്നാൽ രേവമ്മയെ വരെ ഉപേക്ഷിക്കും. ഉറപ്പാ. കൗമാരകാലേ കാമുക വചനം എന്ന് വെച്ചാലേ കൗമാരത്തില് കാമുകൻ പറയുന്നതേ കേൾക്കൂ. പുരാണത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തന്ത്രപരമായി നീങ്ങേണ്ട സമയം. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്ന് കേട്ടിട്ടില്ലേ? ഗൾഫിൽ പോകണമെന്ന് ഗോപനെ കൊണ്ട് പറയിപ്പിക്കുക. ഗോപൻ പറഞ്ഞാൽ അവള് പോകും. കണ്ണകന്നാൽ മനസ്സകന്നു. ഗൾഫിൽ പോയി കഴിഞ്ഞാൽ അവൾ അവനെ മറക്കും. ഉറപ്പല്ലേ? അതെങ്ങനെയാ? അവക്ക് പ്രേമ അസ്ഥിക്ക് പിടിച്ചേക്കുമല്ലേ? അസ്ഥിയെല്ലാം മഞ്ഞുരുകുന്നത് പോലെ ഉരുകും. അവള് പോകുന്നതേ ദുബായിലേക്കാ. ഈ കുട്ടനാട്ടിൽ ഇവനെ പോലത്തെ ഒരു പീസേ ഉള്ളൂ. പക്ഷെ ദുബായിലോ ബെൻസ് കാറും കാഡ്ലിയാക്കും ഓടിച്ചു നടക്കുന്ന ഇവനെ പോലത്തെ ഒരുപാട് പീസുകളുണ്ട്. അവരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇവിടെ ഈ ഓഞ്ഞ വള്ളവും തുഴഞ്ഞു നടക്കുന്ന ഇവനെ അവള് മറക്കും. എന്നാ ചെല്ല, ഗോപൻ ബോട്ടിനകത്തുണ്ട്. അവനോട് ചെന്ന് ഇങ്ങനെ പറയണം: എടാ ഗോപ, നീ എങ്ങനെയെങ്കിലും ജയശ്രീ നിർബന്ധിച്ച് ഗൾഫിലേക്ക് അയക്കണം. അവള് പോയി വന്നാലുടൻ നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരും. അതിലവൻ വീഴും. പോകുന്നത് വരെ അവര് പ്രണയിച്ച് നടക്കട്ടെ. ചേച്ചി ഒന്ന് കണ്ണടച്ചു കൊടുത്തേക്കണം, അല്ലേ വിമലേച്ചി? അതെ. ഞാൻ കണ്ണടയ്ക്കുമ്പോ അവൻ വല്ല കുരുത്തക്കേടും കാണിച്ചാലോ? തീ പിടിച്ച് നിക്കണ പ്രായോ. അവനെ നല്ല അന്തസ്സുള്ള ചെറുപ്പക്കാരനാ. അവന് തീ പിടിക്കില്ല. ഇനി അഥവാ അവൾക്ക് തീ പിടിച്ചാൽ അവൻ വെള്ളം കോരി ഒഴിച്ച് കിടത്തിക്കോളും. ചെല്ലി രേവമ്മ, എങ്ങനെയെങ്കിലും അവനൊന്ന് വളച്ചെടുക്ക്. പിന്നെ അവിടെ ചെന്നിട്ട് നന്നായിട്ട് അഭിനയിക്കണം. എന്ത്? ഓൾ ദി ബെസ്റ്റ്. വാ ഗോപ. ഇരിക്കൂ. കുടിക്കാൻ കരിക്കും വെള്ളം വേണ്ട. ഞാൻ വീട്ടിൽ വന്ന് കാണാനിരിക്കുകയായിരുന്നു. തെറ്റെൻ്റേതാ. കുറച്ചു നേരം അവളുമായിട്ട് സംസാരിച്ചിരിക്കാനേ കരുതിയുള്ളൂ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചതല്ല. പോലീസ് കൊണ്ടുപോയിന്ന് കേട്ടപ്പോ എന്റെ ചങ്ക് പടഞ്ഞു പോയി. സത്യം പറയാലോ, കൂടെ നീയാന്നറിഞ്ഞപ്പോ സമാധാനായി. കാശിന്റെ കാര്യം പറഞ്ഞ് വഴക്കിട്ടിട്ടുണ്ടെങ്കിലും നിന്നെ എനിക്ക് വലിയ ഇഷ്ടാ. നിന്റെ ആ ചുറുചുറുക്കും ഇംഗ്ലീഷും വീട് നോക്കാനുള്ള ആ ഉത്തരവാദിത്വം, പിന്നെ നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാ, അല്ലേടി? എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മതി, എന്റെ മരുമോന് ഇത്രയും ഗുണങ്ങൾ മതി. ഇനി അവള് നിനക്കുള്ളതാ. പക്ഷേ ഒരു കാര്യം മാത്രം മോനെ എനിക്ക് സാധിച്ചു തരണം. പറഞ്ഞോളൂ അമ്മേ. അവളെ കല്യാണം കഴിച്ചു വിടുന്നതിന് മുമ്പ് അവള് സ്വന്തം കാലിൽ നിൽക്കണം, 10 കാശുണ്ടാക്കണം, ഒരു വീട് വയ്ക്കണം എന്നൊക്കെ എൻ്റെ ഒരേ ഒരു ആഗ്രഹം. അതാ ഞാൻ അവളെ ഗൾഫിൽ വിടാന്ന് വെച്ചത്. ഒരു 5 കൊല്ലം അവൾ അവിടെ ജോലി നോക്കിയിട്ട് വന്ന പിറ്റേ ദിവസം നിന്റെ കയ്യിൽ ഞാൻ അവളെ ഏൽപ്പിച്ചു തരും. ഇപ്പൊ അവൾ അതിന് പോണില്ലെന്നാ പറയുന്നത്. അതൊക്കെ ഞാൻ ഏറ്റു. അവളെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം, അല്ലേ? പിന്നെ അമ്മ ധൈര്യമായിട്ട് ചെല്ല്. ശരി മോനെ. ശരി അമ്മേ. സൂക്ഷിച്ച് വരട്ടെ. ഓ ആയിക്കോട്ടെ. നിങ്ങൾക്ക് പ്രേമിക്കാനുള്ള ലൈസൻസിന് വേണ്ടി റെഡിയാവാത്ത വിസ റെഡിയായെന്ന് പറഞ്ഞ് തള്ളയെ പറ്റിക്കാൻ കൂട്ടുനിന്നവളാണ് ജയശ്രീ. അവള് ഗൾഫിലെത്തിയാല് നിന്നെ മറക്കോ? ഒരിക്കലുമില്ല. എന്നോടുള്ള സ്നേഹത്തിന്റെ പേരില അവള് കള്ളം പറഞ്ഞത്. പരിശുദ്ധ പ്രേമത്തിന്റെ വിജയത്തിന് അമ്മേ ഒരു കള്ളവൊക്കെ ഓക്കേടാ. ഓക്കെ.
നിക്കടാ അവിടെ. എന്റെ മോളെ പോലീസുകാർ കൊണ്ടുപോയപ്പോ നിന്റെയൊക്കെ നെഞ്ചത്തെ വെള്ളം ഇറങ്ങി അല്ലടാ. എടിപൊടി എന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ നിന്റെയൊക്കെ വായിലെ പല്ലി ഞാൻ അടിച്ചു തെറിപ്പിക്കും. കൊണ്ട് എഴുന്നള്ളിച്ചോണ്ട് നടന്നോടാ ഒരു പകൽമാന്യൻ പെണ്ണുപിടിയൻ. നീയൊക്കെ അനുഭവിക്കാൻ പോണേ ഉള്ളൂ. ഞാനാടാ പറയുന്നേ, നശിച്ച് നാറാണ കല്ല് കാണും. ഇല്ലാതെ പറഞ്ഞു. അവരുടെ ഒന്ന് രണ്ട് കിട്ടിയിട്ട് അവന് മതിയായില്ല. നാടക ഡയലോഗ പൊക്കോട്ടെ. ടോമിയെ, അവളെ ഒന്ന് ചുണ്ണാമ്പ് വെച്ച് വെച്ചേര്. നേരം കാലമൊക്കെ വെക്കുമ്പോ മുറുക്കും. എണ്ണപ്പലഹാരം ഇഷ്ടമാണ്. തവള ഇറച്ചി കിട്ടൂ. എടോ 6 ബ്ലോക്കിൽ 3.5 ഏക്കർ, 28 സെന്റ് ചിറ, ബാക്കി നിലം. എത്രയും പെട്ടെന്ന് വിറ്റ് തരണം. വിറ്റ് തന്നിരിക്കും. ഉം. എന്നെ ചാവറയച്ചൻ കാത്ത് ടിപ്പറിന്റെ അടിയിൽ തലവച്ച അവസ്ഥയാ. ബാബു വെള്ളം അടിപ്പിക്കണം. എന്താടാ സന്തോഷം? ഇന്ന് നീ ചേട്ടനും ചേച്ചിയും തപ്പി നടക്കണ്ട, കേറ്റിക്കോ. ഡേ ക്രൂയിസാ പറഞ്ഞിരിക്കുന്നേ. നിന്റെ വാചകത്തിൽ ഓവർനെറ്റ് ആയിക്കോളൂ. അത് ഞാൻ ഏറ്റു. ഹലോ, only 500 meters from here. Our houseboat is waiting. That's good. Please. നമസ്തേ, വെൽക്കം. അങ്ങനെ മിടുക്കി. കമോൺ മിടുക്ക. അവിടെ പുന്നമടയിലെ അപ്പച്ചന്റെ തറവാട്. അവിടെ അപ്പച്ചന്റെ അനിയന്റെ മോന്റെ മനസ്സമ്മതം. അവിടെ പോയതാ. ഇത് എന്റെ ആങ്ങളെയാ. അറിയാം. ഹലോ. ലിസ്റ്റേച്ചിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കൊരു കുറ്റബോധമാ. ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടായേ. ഗോപൻ ഒരു നിമിത്തം മാത്രമാ. കുര്യച്ചൻ ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ലിസ്റ്റേച്ചി വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് എൻ്റെ അഭിപ്രായം. ആ 6 ബ്ലോക്കിലെ 3.5 ഏക്കർ വിറ്റ് കൊടുക്കണമെന്ന് കുര്യച്ചൻ മാമച്ചനോട് പറഞ്ഞേക്കുവോ? കുര്യച്ചന്റെ അമ്മച്ചിയുടെ പേരിലെ ആ സ്ഥലം. അതുകൊണ്ടെന്താ അവരെ കൊണ്ട് ഒപ്പിടിച്ചാൽ ഈ കിടക്കുന്ന സ്ഥലം എല്ലാം വിറ്റത്. ഇക്കിടക്കിന് പോയ കുര്യച്ചൻ അതും. പോട്ടെ ഗോപ. ഓ എന്നാ ശരി. ശരി. ഒരു കാര്യം പറഞ്ഞ അമ്മ എന്നോട് ദേഷ്യപ്പെടുവോ? നിന്നോടോ? നിനക്ക് എന്നോട് എന്ത് വേണേലും പറയാം. എനിക്കൊരു ദേഷ്യവും വരില്ല. പറയട്ടെ? പറയടാ കുട്ടാ. അമ്മ വരണ്ട. ഇനിയിപ്പോ ഇവിടെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒക്കെ ഞാൻ മതിയല്ലോ. മേക്കപ്പ് ഫൈനൽ ടച്ചപ്പ് ചെയ്യണ്ടേ? മോന്തിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? അല്ലടി മോളെ. ഓ, ഇനി എന്നാ ടച്ചപ്പ് ചെയ്യാനാ? ഇതൊക്കെ മതി. ഗോപേട്ടാ, വെള്ളം എടുക്ക. വരും. ഒന്ന് പിടിക്കണ്ട. ഞാനും അമ്മ അത്താഴം കഴിച്ചു കിടന്നോളൂ, വരുമ്പോ വിളിക്കാം. അമ്മക്ക് ഒറ്റയ്ക്കാൻ പേടിയാണെങ്കിൽ വിമലേച്ചിയെ കൂട്ടി വിളിച്ചോ കേട്ടോ. അല്ലെങ്കിൽ പൊന്നുരുക്കുന്നിടത്ത് പൂച്ചക്ക് എന്താ കാര്യം? കാര്യമുണ്ട്. മോട്ടിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കിക്കൊണ്ടിരിക്കാലോ. എന്താ രേമേ പെട്ടി നോക്കി? പോയിട്ട് വന്നതാണോ പോവാൻ നിക്കാണോ? പോയിട്ട് വന്നതാ. ഇറങ്ങട്ടോ. ഇറങ്ങ്. മോള് പോകുന്ന ഞാൻ കണ്ടായിരുന്നു. ആഹാ. പുറത്തേക്കാതെ അകത്തോട്ട് കേറാ എളുപ്പം. ആരെങ്കിലും കാണും. കുറെ നാളായി. വാടാ. നിന്നെ ഇന്ന് ഞാൻ വിഘ്നം വെച്ച് നടക്കുക. മൊട്ടത്തലേ. കുറെ നാളായി നിന്റെ സൂക്കേട് തുടങ്ങിയിട്ട്.